ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂൺ മാസം ആദ്യ പകുതിയിൽ കാർത്തിക മുക്കാല്, രോഹിണി, മകീരം പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം. സൂര്യൻ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ മേടൻ രാശിയിലും ബുധൻ മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 8-ാം തീയതി വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനം രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ലഗ്നഭാവത്തിലാണ്. ലഗ്നഭാവത്തിലെ സൂര്യന്റെ ചാരഫലം അത്ര ഗുണകരമല്ല. ശാരീരികമായ അധ്വാനം വർദ്ധിക്കുവാനും അതുപോലെ യാത്രകൾ മൂലം അലച്ചിലുകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. തങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യത കാണുന്നു. ചില രോഗലക്ഷണങ്ങൾ ഇവർക്ക് കണ്ടേക്കാം. ചൊവ്വ ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലവും അത്ര അനുകൂലമല്ല. എന്നാൽ ചൊവ്വ 12-ാം ഭാവാധിപനായതുകൊണ്ട് ചില ഗുണഫലങ്ങളും അനുഭവപ്പെടും. അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പിത്ത കോപങ്ങൾ കൊണ്ട് ചില രോഗദുരിതങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യത കാണുന്നു. നേത്രരോഗം വന്ന് പിടിപെടുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. വിദേശവാസം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ അനാവശ്യ ചെലവുകളും ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. 2-ാം ഭാവത്തിൽ ചെയ്യുന്ന ബുധൻ ഇവർക്ക് ഏറെ അനുകൂലമാണ്. ധനപരമായ ലാഭം ഇവർക്ക് അനുഭവപ്പെടും. ഈ കൂറിൽപ്പെട്ടവർ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് എത്തിച്ചേരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് നഷ്ടങ്ങൾ അനുഭവിച്ചു വന്നവർക്ക് അതെല്ലാം പഴങ്കഥയായി മാറുന്നതാണ്. കർമ്മരംഗത്തു നിന്നും വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. വളരെ കാലമായി ലഭിക്കാനുള്ള പണം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തിരികെ ലഭിക്കും. ചിട്ടിയും ലോണും ഒക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ സഹായങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ഈ കുറുകാരെ തേടിയെത്തും. അതുപോലെ വാക് സാമർഥ്യവും ഇവർക്ക് കൂടുതലായി പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിൽ വാക് വൈഭവം പ്രകടിപ്പിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. വ്യാഴം ഇവർക്ക് 2-ാം തീയതി മുതൽ 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവത്തിലെ വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. ഉച്ചസ്ഥനായ വ്യാഴം കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ ചെയ്യുന്നതല്ല. ചാരഫലം അനുസരിച്ച് 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അത്ര ഗുണകരമല്ല. എങ്കിലും 3-ാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനായി വ്യാഴം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ മറികടക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ നിലനിൽപ്പ് കൂടുതൽ ഭദ്രമാക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ശുക്രൻ ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 8-ാം തീയതി വരെ 2-ാം ഭാവത്തിലും അതിനുശേഷം 3-ാം ഭാവത്തിലുമാണ്. ശുക്രന്റെ 2-ാം ഭാവത്തിലെയും 3-ാം ഭാവത്തിലെയും സ്ഥിതി ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രന്റെ ഫലമായി ധാരാളം ദ്രവ്യ ലാഭം അനുഭവപ്പെടും. ദ്രവ്യങ്ങൾ ഇവർക്ക് ധാരാളമായി വന്നുചേരുകയും അത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ ഇടപഴകുന്നതിനും കൂടുതൽ സുഖങ്ങൾ അനുഭവിക്കുന്നതിനും യോഗം കാണുന്നു. അലങ്കാര വസ്തുക്കൾ കൂടുതലായി വാങ്ങുവാനും ഗൃഹവും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ കൂടുതൽ മോടി പിടിപ്പിക്കാനും ഇവരെ കൊണ്ട് സാധിക്കും. ആഗ്രഹിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്.
തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചെയ്യുവാനും അതിൽ നിന്നും മാനസികമായി വലിയ ഉന്മേഷം അനുഭവിക്കുവാനും യോഗം കാണുന്നുണ്ട്. അധികാരികളുടെ പ്രീതിയും അംഗീകാരവും ഈ കൂറുകാർക്ക് ലഭിക്കും. 3-ാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകുന്നതാണ്. വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. അധികാര സ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. പ്രതാപവും പ്രശസ്തിയും ഇവർക്ക് കൂടുതലായി വന്നു ചേരും. സ്ഥാനാന്തര പ്രാപ്തിയും ഇവർക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് ഇവർക്ക് മാറുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കൂടുതൽ ഉയർച്ച അനുഭവപ്പെടും. സർക്കാർ ജീവനക്കാർക്കും മറ്റു തൊഴിലാളികൾക്കും ഒക്കെ പ്രമോഷനും സ്ഥലമാറ്റവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടം ഇതുമൂലം ഇവർക്ക് വന്നു ചേരും. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് മാറുവാനുള്ള അവസരം ലഭിക്കും. സാമ്പത്തികമായി കൂടുതൽ ലാഭം ഈ കൂറുകാർക്ക് ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഈ കൂറുകാർക്ക് ഇല്ലാതാവും. ഇതുവരെ ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ ഇവരുടെ മിത്രങ്ങളായി മാറും. അവരൊക്കെ വലിയ സഹായങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സന്നദ്ധരാകും. അസൂയാലുക്കളുടെ പ്രവർത്തനത്തിന് അറുതി വരും. എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു പറ്റുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരും. ഒരു നേതൃപദവി ഇവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നതോടുകൂടി വലിയ ആജ്ഞാശക്തിയോടെ കർമ്മരംഗത്ത് ശോഭിക്കാനുള്ള ഒരു അവസരമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ശനി സ്ഥിതി ചെയ്യുന്നത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവം സർവാഭീഷ്ട സ്ഥാനമാണ്. എല്ലാവിധ ആഗ്രഹങ്ങളും 11-ാം ഭാവത്തിലെ ശനി ഇവർക്ക് സാധിച്ചു കൊടുക്കും. ധാന്യ സമൃദ്ധി ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ അവരുടെ തൊഴിലിൽ നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക ലാഭം കൂടുതലായി ഉണ്ടാകുന്ന രീതിയിൽ പുതിയ പുതിയ കർമ്മമണ്ഡലങ്ങൾ കണ്ടെത്തുവാനും അവിടെ വിജയിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. നാനാ മേഖലയിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വലിയ കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഇവർക്ക് വന്നു ചേരും. സമൂഹത്തിന് ഗുണകരമായ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ്. വലിയ പ്രതാപിയായി കഴിയുവാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്നും കൂടുതൽ സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേരും. വീട്, വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കും. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അനുകൂലമായ സമയമാണ്. തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ മാസത്തിന്റെ ആദ്യം ഇവർക്ക് അവസരം ലഭിക്കും. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അത്ര ഗുണകരമല്ല. ധനം, കീർത്തി, വിദ്യ ഇതിനൊക്കെ നാശം ഉണ്ടാകുവാൻ 10-ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി കാരണമാകും. ചെയ്യുന്ന കർമ്മത്തിന് അനുഗുണമായ ഫലം ഇവർക്ക് ലഭിക്കുന്നതാണ്. സൽക്കർമ്മം ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങളും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുഷ്ടഫലങ്ങളും ഇവർക്ക് അനുഭവപ്പെടും. ഹൃദയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവര് കൂടുതൽ ശ്രദ്ധിക്കണം. 4-ാം ഭാവത്തിൽ ചെയ്യുന്ന കേതുവും ഇവർക്ക് അനുകൂലമല്ല. ദുർജനങ്ങളുമായി സംസർഗം ഉണ്ടാവുകയും അതിന്റെ പേരിൽ പേരുദോഷം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വഴക്കുകളിലും കേസുകളിലും ഒക്കെ ഉൾപ്പെട്ട് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ദേഹത്ത് മുറിവോ ചതവോ ഒക്കെ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുണദോഷ സമ്മിശ്രമാണ് ജൂൺ മാസം ആദ്യ പകുതിയിൽ ഇടവക്കൂറുകാരുടെ ചാരഫലം. മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സൂര്യന്റെ അനിഷ്ടഭാവസ്ഥിതി പോലുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളും ഇല്ലാതാവും. നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുവിനെ കൊണ്ടുള്ള ദോഷം ഇല്ലാതാകുന്നതിന് കൂടുതൽ ഉത്തമമാണ്. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കേതുവിന്റെ അനിഷ്ടസ്ഥാന സ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അവസരം ലഭിക്കും. ഇത് ചാരഫലം മാത്രമാണ്.
ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അന്തർദശയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ചാരഫലം അനുഭവപ്പെടുക. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ചാൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവപ്പെടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.